നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വന്ദേ ഭാരത് മിഷന്റെ അടുത്ത ഘട്ടത്തിൽ UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് 39 വിമാനം മാത്രം. അതായത് ഇതോടെ കൂടിയ നിരക്ക് നൽകി ചാർട്ടേഡ് വിമാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കേണ്ട കടമ സംഘടനകളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് സൗകര്യപൂർവ്വം മാറി നിൽക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുമ്പോഴാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇത്തരത്തിലുള്ള വെട്ടിപ്പ്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് ജൂലൈ 1 മുതൽ 14 വരെയുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് 750 ദിർഹമിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് പോലും. എംബസിയിൽ നിന്നുള്ള വെളിവരുന്നതിനനുസരിച്ചാണ് ഇവർക്ക് അവസരം ലഭിക്കുന്നത്. അങ്ങനെ സാധാരണ നിരക്കിനേക്കാൾ കൂടുതലാണ് എയർ ഇന്ത്യയുടെ നിരക്കെങ്കിലും ഉള്ളതിൽ ഭേദം എന്നതിനാൽ എംബസി വിമാനങ്ങൾക്കായി കാത്തിരിപ്പിലായിരുന്നു പ്രവാസികൾ ഇവരും. എന്നതിനാൽ തന്നെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ചാർട്ടേഡ് സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനികൾ 950 മുതൽ മുകളിലാണ് ഈടാക്കി വരുന്നത്. നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങളെക്കാൾ കുറവാണ് വന്ദേ ഭാരത് സർവീസ് ഈടാക്കി വരുന്നത്. ഇതോടെ അമിത നിരക്ക് നൽകി ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര പോകേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ ഇപ്പോൾ ഉള്ളത്. കൊറോണ വ്യാപനം മൂലം ജോലി നഷ്ടപ്പെട്ടും ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടും കഴിയുന്ന പ്രവാസികൾ കടം വാങ്ങി ചാർട്ടേഡ് വിമാനത്തിൽ നാടണേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. ചാർട്ടേഡ് സർവീസ് നടത്തുന്ന ചില സംഘടനകൾ ചെയ്യുന്ന സഹായമാണ് ഇവർക്കുള്ള ഏക ആശ്വാസം. എംബസി വഴിയാണെങ്കിലും ചാർട്ടേഡ് വഴിയാണെങ്കിലും പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്നിരിക്കെ നിരക്ക് കുറഞ്ഞ എംബസി വിമാനങ്ങൾ കൂടുതൽ അനുവദിച്ചുകൂടെ എന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. അല്ലാത്ത പക്ഷം വിമാന വിലക്ക് ഒഴിവാക്കി യാത്രാ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങളിൽ പലതും ജനങ്ങളുടെ ആവശ്യം മുതലെടുത്ത് തോന്നിയ നിരക്ക് ഈടാക്കുമ്പോൾ വലിയ ആശ്വാസമാണ് വിശ്വസ്തരായ സന്നദ്ധ ജനകീയ സംഘടനകളുടെ ചാർട്ടേഡ് വിമാനങ്ങളിൽ പ്രവാസികൾക്കുണ്ടാകുന്നത്. വന്ദേ ഭാരത് നിരക്കിനേക്കാൾ കൂടുതലല്ലാത്ത നിരക്കിലാണ് ഇവർ പ്രവാസികളെ നാട്ടിലെത്തിച്ചു പോരുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സേവനം ഇക്കാര്യത്തിൽ മാതൃകാപരമാണെന്നാണ് പറയുന്നത്. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാൻ അസോസിയേഷന്റെ സേവനം പ്രയോജനപ്പെടുത്തി വരികയാണ്. ലഘുഭക്ഷണ കിറ്റ്, ഗർഭിണികൾക്കും കുട്ടികൾക്കും PPE കിറ്റ്, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുമെല്ലാം ലഭ്യമാക്കി വരികയാണ്. ഷാർജ അസോസിയേഷൻ വാങ്ങുന്ന ഏറ്റവും ഉയർന്ന നിരക്ക് 950 ദിർഹമാണ്. അത്യാവശ്യക്കാരും അർഹമായ നിരവധി പേരെ സൗജന്യ നിരക്കിലും സൗജന്യമായും നാട്ടിലെത്തിക്കാനും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി വരികയാണ്. ഈ മാതൃക മറ്റ് അസോസിയേഷനുകളും പിൻപറ്റിയാൽ അത്യാവശ്യക്കാരും വരുമാനം നഷ്ടപ്പെട്ടവരുമായ ആളുകൾക്ക് നാടണയാൻ സാധിക്കും. എന്നാൽ ഇതേ റൂട്ടിൽ ഇതേ വിമാന കമ്പനിയുടെ ചാർട്ടേഡ് വിമാനത്തിലെ യാത്രയ്ക്ക് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഈടാക്കിയത് 1200 ദിർഹമാണ്. ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഈടാക്കിയതിനേക്കാൾ 150 ദിർഹം അധികമാണ്. നാട്ടിലേക്ക് പോയ ജോലി നഷ്ടപ്പെട്ടവരുൾപ്പെടെ പലരും നിർബന്ധിതാവസ്ഥയിൽ ഈ തുക നൽകുകയായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യർ കഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് തന്നെ ജനകീയ സംഘടനകൾ കച്ചവടക്കണ്ണ വെടിഞ്ഞ് സർവീസ് നടത്താൻ തയ്യാറാവണമെന്നാണ് യാത്രക്കാരിൽ പലരും പറയുന്നത്. അതേസമയം ജൂലൈ 1 മുതലുള്ള വിമാന ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ജൂലൈ 1 ദുബായിൽ നിന്നും കൊച്ചിയിലേക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്കുമാണ് സർവീസ് ഉള്ളത്. ജൂലൈ 2 അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായ് കൊച്ചി, ദുബായ് കണ്ണൂർ, അബുദാബി കണ്ണൂർ എന്നിങ്ങനെയാണ് സർവീസ്. ജൂലൈ 3 ദുബായ് കോഴിക്കോട്, ദുബായ് കൊച്ചി, അബുദാബി തിരുവനന്തപുരം. ജൂലൈ 4 ദുബായ് കൊച്ചി, അബുദാബി കൊച്ചി, ദുബായ് കണ്ണൂർ. ജൂലൈ 5 ദുബായ് കോഴിക്കോട്, ദുബായ് കൊച്ചി. ജൂലൈ 6 ദുബായ് കോഴിക്കോട്, ദുബായ് തിരുവനന്തപുരം, അബുദാബി കൊച്ചി. ജൂലൈ 7 ദുബായ് കൊച്ചി, അബുദാബി തിരുവനന്തപുരം. ജൂലൈ 8 ദുബായ് കോഴിക്കോട്, ദുബായ് തിരുവനന്തപുരം, ദുബായ് കൊച്ചി, അബുദാബി കണ്ണൂർ. ജൂലൈ 9 അബുദാബി കോഴിക്കോട്, ദുബായ് കൊച്ചി, ദുബായ് കണ്ണൂർ. ജൂലൈ 10 അബുദാബി കണ്ണൂർ, ദുബായ് കോഴിക്കോട്, ദുബായ് തിരുവനന്തപുരം, അബുദാബി കൊച്ചി. ജൂലൈ 11 ദുബായ് കണ്ണൂർ, ദുബായ് കൊച്ചി. ജൂലൈ 12 ദുബായ് തിരുവനന്തപുരം, ദുബായ് കണ്ണൂർ. ജൂലൈ 13 ദുബായ് തിരുവനന്തപുരം, ദുബായ് കൊച്ചി, ദുബായ് കണ്ണൂർ. ജൂലൈ 14 ദുബായ് കൊച്ചി, അബുദാബി കൊച്ചി എന്നിങ്ങനെയാണ് സർവീസുകൾ ഉള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.